ഞങ്ങൾ ഇന്നൊരു ചക്കക്കുരു മസാല അരച്ച് തോരൻ വെക്കാനാണ് കീറി വെച്ചേക്കുന്നത്. അതിന് ഒരു 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി, ഇത് വേകാൻ ഇച്ചിരി വെള്ളം, ഇത് അടുപ്പ് വെച്ച് ഗ്യാസ് ഓണാക്കാൻ പോകും. ഇനി ഇത് പകുതി വേഗമാകുമ്പോൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇനി അതിന് വേണ്ട തേങ്ങയൊക്കെ എടുത്ത് വെക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ ഒരുമാതിരി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി ഈ ഉള്ളി ഒന്ന് വേകുന്നവരെ ഈ അടുപ്പിൽ തന്നെ കിടക്കും. ഇനി അതിന് ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം കൊച്ചുള്ളി, 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്. നമ്മുടെ ചക്കക്കുരു ഉള്ളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മീറ്റ് മസാല, ശകലം ഗരം മസാലപ്പൊടി, ശകലം കുരുമുളക് പൊടി. ഇനി അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചതച്ചതും കൂടെ ഇതിലിട്ട് കൊടുക്കുകയാണ്. ശകലം കരിയാപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. ഇനി അതിന് കടുക് വറുക്കാനുള്ളതല്ല ഇത് വെക്കാൻ പോകും. ഇതിന് കടുക് വറുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് 2 മുളക് മുറിച്ചിട്ട് കൊടുക്കും. കടുക്, ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ തോരൻ ഈ കടുക് വറക്കുന്നതിനകത്ത് ഒരു നുള്ളി ജീരകം ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.